ചരിത്ര പ്രസിദ്ധമായ ഈ ക്ഷേത്രം അമ്പലപ്പുഴയിലെ പുറക്കാട് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് രാജകീയ ജലപാതയായിരുന്ന വെള്ളാഞ്ഞിലി തോടിൻ്റെ തെക്കുവശത്താണ് ഈ ക്ഷേത്രമുള്ളത്. ഇത് വിശ്വകർമ്മജരുടെ ഉടമസ്ഥാവകാശത്തിലാണ്. ഇനി ഇത് വിശ്വകർമ്മജർ ഇവിടെ എത്തിയതിൻ്റെ ഐതിഹ്യമാണ് പറയാൻ പോകുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ആവശ്യത്തിനായി ധാരാളം ശില്പികളുടെ ആവശ്യമുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അന്നത്തെ ഭരണകർത്താക്കളായ ചെമ്പകശ്ശേരി രാജാക്കന്മാർ അതിനായി തമിഴ്നാട്ടിലെ മധുര, ശങ്കരൻകോവിൽ മുതലായ സ്ഥലങ്ങളിൽ നിന്ന് അത്തരം ശില്പികളെ വിളിച്ചു വരുത്തി അമ്പലപ്പുഴയിൽ താമസിപ്പിക്കുകയുണ്ടായി. ക്ഷേത്രം പണിക്ക് ധാരാളം വർഷങ്ങൾ വേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് വന്നവർ കുടുംബസമേതമാണ് എത്തിയത്. അപ്പം വന്ന കൂട്ടത്തിൽ അവർ അവരുടെ നാട്ടിലെ ആരാധനാ മൂർത്തികളെയും കൊണ്ടുവന്നിരുന്നു. വടക്കൻ തമിഴ്നാട്ടുകാർ പേച്ചിയമ്മൻ്റെയും ശങ്കരൻകോവിൽക്കാർ ശങ്കരനാരായണ മൂർത്തിയെയും അവിടെ നിലവിൽ പൂജിച്ചിരുന്ന ഉപദേവതകളെയും കൊണ്ടുവന്നു. അപ്പം രാജാവ് ഇത് മനസ്സിലാക്കി. എന്നിട്ട് ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം, അതായത് കോയിൽപ്പറമ്പ് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം ഇവർക്ക് കരമൊഴിവായി നൽകി. അവർക്ക് അവിടെ ഒരു ക്ഷേത്രം പണിഞ്ഞ് അവർ കൊണ്ടുവന്ന മൂർത്തികളെ പ്രതിഷ്ഠിക്കാനും ആരാധന നടത്താനുള്ള സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്തു. ഈ ക്ഷേത്രത്തിന് 400-ലേറെ വർഷത്തെ പഴക്കമുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു. ഇനി പേര് സൂചിപ്പിക്കുന്ന പോലെ ശങ്കരൻ അഥവാ ശിവനും നാരായണൻ അഥവാ വിഷ്ണുവും ഒന്നായി ചേർന്ന മൂർത്തി സങ്കല്പമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കാളപ്പുറത്തെഴുന്നള്ളുന്ന ഗരുഡനാണ് മൂർത്തിയുടെ വാഹനം. ഇനി ഈ ശങ്കരനാരായണ സങ്കല്പം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. ശിവനിൽ വിഷ്ണുവും വിഷ്ണുവിൽ ശിവനുമുണ്ടെന്ന് പാർവതി ദേവിക്ക് കേട്ടറിവുണ്ടായിരുന്നത്രേ. അത് സത്യമാണോ എന്നറിയാൻ ദേവി പരമശിവനെ സമീപിക്കുകയും ആ രൂപത്തിൽ ദർശനം നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, പുന്നകവനത്തിൽ പോയി ഗോമതി എന്ന പേരിൽ തപസ് ചെയ്താൽ ശങ്കരനാരായണ ഭാവത്തിൽ ദർശനം നൽകാമെന്ന് പറഞ്ഞു അദ്ദേഹം. അതനുസരിച്ച് തപസ് ചെയ്ത ദേവിക്ക് ശങ്കരനാരായണ ദർശനം ലഭിച്ചു. തിരുനെൽവേലി ജില്ലയിലെ ശങ്കരൻകോവിലിൽ വെച്ചാണ് ഈ ദർശനം നൽകിയത് എന്നുള്ളതുകൊണ്ട് ഇത് ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ശങ്കരനാരായണ മൂർത്തി ക്ഷേത്രമായി മാറി. വലതു ഭാഗത്ത് ശിവനും ഇടത് വിഷ്ണുവും എന്ന രീതിയിലാണ് മൂർത്തി കാണപ്പെടുന്നത്. മഹാദേവ ഭാവം സംഹാരമൂർത്തിയുടെയും വിഷ്ണുഭാവം സൗമ്യമൂർത്തിയുടേതുമാണ്. ശിരസിന്റെ വലതു പകുതി ജടയും ഇടത് കിരീടവുമാണ്. നെറ്റിയിൽ 3-ാം കണ്ണിന്റെ പകുതി ഭാഗം കാണാം. ഈ രൂപത്തെപ്പറ്റി മത്സ്യപുരാണത്തിൽ പരാമർശിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ശിവഭഗവാന്റെ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ നാരീരൂപത്തിന് പകരം വിഷ്ണുരൂപം ചേർത്ത് വെച്ചാൽ ഈ സങ്കല്പത്തിലെ രൂപം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി ഇവിടുത്തെ ഉപദേവതകളും പ്രതിഷ്ഠകളും: ഗണപതി, ശാസ്താവ്, മാളികപ്പുറം, പരാശക്തി, പേച്ചിയമ്മ, ബ്രഹ്മരക്ഷസ്, നാഗരാജാവ്, യോഗീശ്വരൻ മുതലായ ഉപദേവതകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേക സർപ്പക്കാവുമുണ്ട്. ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് കാണാം. ക്ഷേത്രം അതിൽ അങ്ങോട്ട് സർപ്പക്കാവിലേക്ക് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. അവിടെ ഒരു പ്രത്യേക സർപ്പക്കാവും കാണാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാന മൂർത്തിയായ ശങ്കരനാരായണ മൂർത്തിയുടെ കാര്യമാണ് ഇപ്പോൾ പ്രസ്താവിച്ചത്. ഇനി ഇവിടുത്തെ പ്രസിദ്ധമായ രണ്ടാമത്തെ നട പേച്ചിയമ്മൻ്റേതാണ്. ഇനി പേച്ചിയമ്മൻ്റെ അവതാരത്തിന് ഏകദേശം 600 വർഷത്തെ പഴക്കമുണ്ട്. ഇത് പലർക്കും ഇത് ഭദ്രകാളിയുടെ അല്ലെങ്കിൽ മധുര മീനാക്ഷിയുടെ രൂപം എന്നുള്ള വിശ്വാസമാണുള്ളത്. പക്ഷേ ശരിക്കും പേച്ചിയമ്മ എന്ന് പറയുന്നത് അതൊന്നും അല്ല. പേച്ചിയമ്മ എന്ന് പറയുന്നത് AD 1400 ചെന്നൈയിലെ കുണ്ടിത്തോപ്പ് ഗ്രാമത്തിൽ പാരമ്പര്യ ചികിത്സ നടത്തിയിരുന്ന ഒരു സാധാരണ സ്ത്രീയായിരുന്നു ഈ പേച്ചിയമ്മ.
അവർ പ്രധാനമായിട്ട് ചെയ്തിരുന്നത് സ്ത്രീകളുടെ പ്രസവം എടുക്കുന്നതും പ്രസവത്തോടനുബന്ധിച്ചുള്ള ശിശുമരണങ്ങൾ കുറയ്ക്കുന്നതിനും ശിശുപരിപാലനത്തിനും പ്രസിദ്ധിയായിരുന്ന സ്ത്രീയായിരുന്നു. അതുകൂടാതെ അവർക്ക് ആയോധന കലയിലും പ്രാവീണ്യം ഉണ്ടായിരുന്നു. ഇനി AD 1406 രാജനാരായണ ശംഖോരൻ മൂന്നാമൻ്റെ പുത്രനായ വല്ലലൻ രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കി മറ്റൊരു ഭരണാധികാരി ഭരണം പിടിച്ചെടുത്തു. അതേ തുടർന്ന് ആ വല്ലലൻ രാജാവിന് വനത്തിൽ ഒളിവിൽ കഴിയേണ്ടി വന്നു. പിന്നെ രാജ്യം തിരിച്ചു പിടിക്കാവുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു. കാലക്രമേണ നഷ്ടപ്പെട്ട ഈ വല്ലലൻ ആഹാരത്തിനും പണത്തിനുമൊക്കെയായി സമീപ ഗ്രാമങ്ങളെ ആക്രമിച്ചും കൊള്ളയടിച്ചും കൊള്ളക്കാരനായി മാറി. ഇനി ആ കാലഘട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ പത്നി കാർക്കുഴലിയുടെ പ്രസവം അടുത്തിരിക്കുകയായിരുന്നു. പ്രസവം എടുക്കാൻ പേച്ചിയമ്മയാണ് അവിടെ ഏറ്റവും പ്രസിദ്ധിയായ സ്ത്രീ. അപ്പോൾ പേച്ചിയമ്മയുടെ അടുത്തേക്ക് ആളെ വിട്ടു. അപ്പോൾ പേച്ചിയമ്മ ഒന്ന് കണ്ടു. പേച്ചിയമ്മയ്ക്ക് ഈ പ്രസവം വളരെ സങ്കീർണമായിരിക്കുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് പേച്ചിയമ്മ സാധാരണ പ്രസവത്തിന് ശ്രമിക്കാതെ കുഞ്ഞിനെ മടിയിൽ കിടത്തി, ഈ സ്ത്രീയെ മടിയിൽ കിടത്തി വയറ് കീറിയാണ് ഈ കുട്ടിയെ പുറത്തെടുത്തത്. പക്ഷേ ചികിത്സയിലൊക്കെ പ്രാവീണ്യമുള്ളതുകൊണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും അപകടമൊന്നുമില്ലാതെ സുരക്ഷിതമായി ഇതൊക്കെ ചെയ്യാൻ അവർക്ക് സാധിച്ചു. എന്നാൽ കുഞ്ഞിനെ ആദ്യം സ്പർശിക്കുന്ന ആരെയും ജീവിക്കാൻ അനുവദിക്കരുതെന്ന് ജ്യോതിഷി പറഞ്ഞിരുന്നു ഈ രാജാവിനോട്. അതനുസരിച്ച് പേച്ചിയമ്മയെ കൊല്ലാൻ ശ്രമിച്ചു. വാള് വെച്ച് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ പേച്ചിയമ്മ ആയോധന കലയിൽ വിദഗ്ധയായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പം അടുത്തിരുന്ന കുന്തമെടുത്ത് വല്ലലിനെ കുത്തിക്കൊന്ന് കുടൽ പുറത്തെടുത്തു. സംഹാര ഭാവത്തിൽ അങ്ങനെ പുറത്തെടുത്തു. എന്നിട്ട് പിന്നീട് ഉണ്ടായ കുട്ടിയെയും കൊണ്ടുപോയി സ്വന്തം കുട്ടിയായി വളർത്തി. ഈ തൊണ്ടനാട്ടിലെ ഭീകരനായ കൊള്ളക്കാരനെ വധിച്ച പേച്ചിയമ്മയ്ക്ക് വീരാംഗന പരിവേഷണം ലഭിച്ചു. കാരണം ഭീകരനായ എല്ലാവരും ഭീതിയോടുകൂടി ആണ് സമീപ ഗ്രാമവാസികൾ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ആ ഭീകരനെ വധിച്ച സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു വീരാംഗനയുടെ പരിവേഷം കൂടി പേച്ചിയമ്മയ്ക്ക് ലഭിച്ചു. അങ്ങനെ കൊണ്ടിത്തോപ്പ് ഗ്രാമത്തിൽ ആദ്യത്തെ പേച്ചിയമ്മ ക്ഷേത്രം, എല്ലാവർക്കും ആൾക്കാർ ചേർന്ന് പേച്ചിയമ്മയ്ക്ക് വേണ്ടി ഒരു ക്ഷേത്രം പണിതു. ഇത് 1575 പണിതത്. പിന്നെ അവിടെ പ്രധാനമായും എത്തിക്കൊണ്ടിരുന്നത് ഗർഭിണികളും കൈക്കുഞ്ഞുങ്ങളുടെ അമ്മമാരും ആണ് അവിടെ പ്രധാനമായി ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി എത്തിക്കൊണ്ടിരുന്നത്. പിന്നെ വന്ധ്യതയുള്ള സ്ത്രീകളും ഇവിടെ പ്രാർത്ഥിച്ചു തുടങ്ങി. കുട്ടികളുണ്ടാകാനായിട്ട് വന്ധ്യതയുള്ള സ്ത്രീകളും ഇവിടെ പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ കാലക്രമേണ പേച്ചിയമ്മയുടെ പ്രസിദ്ധി നാടെങ്ങും വളർന്നു. ദക്ഷിണേന്ത്യയിലെ പ്രത്യേകിച്ചും കേരളത്തിലും ഈ തമിഴ്നാടിന് അടുത്ത പ്രദേശങ്ങളിലും വിശ്വകർമ്മചരം എവിടെയൊക്കെ വരുന്നു അവിടെ എല്ലാം, അതുപോലെ ആന്ധ്രയിലും എല്ലാം പേച്ചിയമ്മൻ കോവിലുകൾ സ്ഥാപിക്കപ്പെട്ടു. ഇതാണ് പേച്ചിയമ്മയുടെ ചരിത്രം. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മഞ്ഞൾ നീരാട്ട്. ഇത് ഒരു പ്രധാന ചടങ്ങാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഇത് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലാണ് നടക്കുന്നത്. ഇത് പേച്ചിയമ്മൻ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ്. ഇവിടെ പേച്ചിയമ്മയുടെ പ്രതിഷ്ഠകളുണ്ട്. ആ വഴിപാടും ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ കൊണ്ടാടപ്പെടുന്നു. ഇത് കോവിൽപ്പറമ്പ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനമായി 11-ാം ദിവസം വളരെ ഗംഭീരമായി നടത്തപ്പെടുന്നു. വളരെയധികം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു സമയമാണിത്. ഈ വളരെ കാലം മുമ്പ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുന്നോടിയായി ദേവി 41 ദിവസത്തെ ഊരിയൂറ്റ് നടത്താറുണ്ടായിരുന്നു. അതിന് സമാപ്തി കുറിച്ചുകൊണ്ട് ആഡംബരപൂർവ്വം ചെണ്ടമേളം, പാണ്ടിമേളം എന്നിവയുടെ അകമ്പടിയോടെ അമ്മൻകുട ഘോഷയാത്രയോടെ തിരിച്ച് ക്ഷേത്രത്തിൽ എത്തിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ഒരു വർഷകാലത്ത് ഭക്തർക്കുണ്ടായ ദൃഷ്ടിദോഷവും നാടിനും നാട്ടാർക്കും ഉണ്ടായിട്ടുള്ള അഭിചാരദോഷവും
ഈ ഗുരുതിയിലൂടെ ഇല്ലാതാകുമെന്നാണ് സങ്കല്പം. മഞ്ഞൾ നീരാട്ട് വഴിപാടിലൂടെ ഉദ്ദേശിക്കുന്ന ദേഹശുദ്ധി, ക്ഷേത്രശുദ്ധി, ഭക്തന്മാരുടെ ശരീരശുദ്ധി എന്നിവയാണ്. മഞ്ഞൾ നീരാട്ട് കഴിഞ്ഞാൽ നടയടച്ച് പിന്നെ 3 രാവുകൾ കഴിഞ്ഞ് നട തുറക്കും. അപ്പോൾ ഇതാണ് ഈ അമ്പലത്തിൻ്റെ പ്രസിദ്ധമായ കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക. ഈ അമ്പലം എല്ലാവരും സന്ദർശിക്കണം. വളരെ ചരിത്രം ഉറങ്ങുന്ന ഒരു അമ്പലമാണ്. അതുപോലെ പല സ്ഥലങ്ങളിലും ഉണ്ട്. മാന്നാർ മുതലായ സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെയുള്ള അമ്പലങ്ങളുണ്ട്. നന്ദി.